ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻഫോ ഡ്രോപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ കൈൻമാസ്റ്റർ ആപ്പ് യൂസ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിന് ചെയ്യേണ്ടത് നമ്മൾ കൈൻമാസ്റ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, ശേഷം അത് ഓപ്പൺ ചെയ്യുക. അപ്പം ഈ ഒരു രീതിയിലുള്ള ഇൻ്റർഫേസാണ് നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു വരിക. ശേഷം ഇവിടെയുള്ള നമ്മൾ ആദ്യം പ്ലസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് ഓപ്ഷൻ, പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് എന്നും എം ടി പ്രൊജക്റ്റ് എന്നും. അപ്പോൾ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് അടിച്ചാൽ എന്താന്ന് ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, എന്താണെന്നുള്ളത് എന്താണ് ജസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, കുറേ പ്രൊജക്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കുക. എന്നിട്ട് ഓക്കെ എന്ന് അടിച്ചാൽ ഈ ഒരു രീതിയിൽ വരും. ഇതിൽ നിന്ന് നമുക്ക് മീഡിയാസ് സെലക്ട് ചെയ്യാൻ പറ്റും. മീഡിയാസ് ഇവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള മീഡിയാസ് സെലക്ട് ചെയ്യാം. വീഡിയോസ് വേണമെങ്കിലൊക്കെ. നേരെ നെക്സ്റ്റ് അടിച്ചാൽ ഇവിടെ തീം, ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ സെർച്ച് ചെയ്താൽ ഇവിടുന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതൊക്കെ അടിച്ചിട്ട് നെക്സ്റ്റ് എന്നടിച്ചാൽ നമ്മൾ ഈ രീതിയിൽ ഇവിടെ എത്തും. അല്ലെങ്കിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ഉള്ളിടത്ത് നിൽക്കിയിട്ട് എം ടി പ്രൊജക്റ്റ് എന്നുള്ളത് നിൽക്കുക. അപ്പോൾ നേരെ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസൊക്കെ ഈ ഒരു പേജിലേക്കാണ് എത്തുക. അപ്പോൾ നമ്മളിവിടെ മീഡിയ ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മീഡിയ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ മീഡിയാസാണ് വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു പിക്ചറും സെലക്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് പിക്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ ഓക്കെ എന്നടിച്ചപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ രണ്ട് മീഡിയാസ്, രണ്ട് ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഉള്ളത് ഇതിന് യോജിക്കാത്ത ഫോട്ടോസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ ഒരു സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആയി എന്നുള്ളതിനാണ് ഈ ഒരു മഞ്ഞ ചുറ്റും വരുന്ന ഒരു ബോർഡർ പോലെ വരുന്നത്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് എന്നടിച്ചാൽ അത് ഡിലീറ്റ് ആവും. അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതിൻ്റെ മേലുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുള്ള അരുത് കണ്ടോ വരാനാണ്. നമ്മൾ അണ്ടു എന്ന് പറയില്ലേ, അണ്ടു റീഡു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഷെയർ ബട്ടൺ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളുടെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതടിച്ചാൽ സേവ് വീഡിയോ ടു ഗാലറി എന്ന് പറഞ്ഞിട്ട് വരും. അതടിച്ചാൽ ഫുൾ എച്ച് ഡി സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്താൽ ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ലോഡായിട്ട് കംപ്ലീറ്റ് ആവും. നമുക്കത് ഫുള്ളായിട്ടില്ലല്ലോ, അപ്പം നമ്മളുടെ അത് ബാക്ക് അടിച്ച് പോവാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ലെയേഴ്സ് ആഡ് ചെയ്തു അതൊക്കെ മൊത്തം ഇവിടെ കാണാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷനാണ്. എത്ര ലെയർ നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ ലെയർ മീൻസ് ഇപ്പം ടെക്സ്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇമോജിയൊക്കെ ആയിട്ട് എത്ര ലെയേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാനാണ് ഈ ഒരു ഓപ്ഷൻ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ എൻഡിലേക്കും അതുപോലെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്കും വരാനുള്ള ഒരു ബട്ടണാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സൈഡിലുള്ളത്. ഇനി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മീഡിയ സെലക്ട് ചെയ്താൽ കണ്ടോ ഇവിടെ ഒരു മഞ്ഞ ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഇവിടെ വരും. രണ്ട് സൈഡിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്, നമ്മളെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തുമായിട്ട്. അപ്പോൾ ഇടത്തെ ഭാഗത്തുള്ളത് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം നമുക്കൊരു ഫോട്ടോ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കേക്കിൻ്റെ പിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നോക്കിയാൽ ഇവിടെ കുറേ 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. ക്യാപ്ചർ ആൻഡ് സേവ് ഫ്രെയിം അറ്റ് പ്ലേ ഹെഡ്. ഇത് പറഞ്ഞാൽ ആ ഒരു പിക്ചർ നമ്മുടെ ഫോൺ ഗാലറിയിലേക്ക് സേവ് ആകും. ഇത് നമ്മുടെ ഫോൺ ഗാലറി പോയാൽ നമുക്ക് ഈ ഫോട്ടോ കിട്ടും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലിപ്പിൻ്റെ ഇടത്തെ ഭാഗത്ത് ഇത് ആഡ് ചെയ്യാനാണ്. അപ്പോൾ കണ്ടോ ഈ ഒരു പിക്ക് ഇടത്തെ ഭാഗത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഇൻസേർട്ട് ടു റൈറ്റ് ഓഫ് ക്ലിപ്പിൻ്റെ വലത്തെ ഭാഗത്ത് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും എൻഡിലായിട്ടായിരിക്കും ഇതിൻ്റെ കേസിൽ വരെ. ഏതാണ് നമ്മളെ ക്ലിപ്പ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്ലിപ്പ് അതിൻ്റെ അവസാനത്തിൽ വരും. ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ ക്യാപ്ചർ ഫ്രെയിം ആൻഡ് ആഡ് ആസ് എ ലെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു അടുത്ത ലെയറായിട്ട് വരും. കണ്ടോ ഇതൊരു ലെയറായിട്ട് വന്നിട്ടുണ്ട്. വേറൊരു ലെയറായിട്ട് നമുക്ക് അത് ചെറുതാക്കുകയൊക്കെ ചെയ്യാം. അത് അടുത്ത ലെയർ എടുക്കുമ്പോൾ ലെയറിൻ്റെ പാർട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെ ലെയർ ഇങ്ങനെ ഇതുപോലെ വലുതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്.
അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഓപ്ഷൻസ്. പിന്നെ അതുപോലെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു 3 ഡോട്ട്സ് ഉള്ള അവിടെ നിൽക്കിയാൽ നമുക്ക് ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മീഡിയയുടെ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ള ക്ലിപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കോപ്പി കൂടി കണ്ടോ. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു കോപ്പി കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് 2 ആയിട്ടുണ്ട്. ഇത് വലിയൊരു ക്ലിപ്പായതുകൊണ്ട് അപ്പോൾ അത്രയാണ് ഇവിടെയുള്ള ഓപ്ഷൻസ്. പിന്നെ ഇത് ലെയേഴ്സ് കാണാനാണ് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇനി വലത്തെ ഭാഗത്തുള്ള ലെയേഴ്സ് വലത്തെ ഭാഗത്തുള്ള ഓപ്ഷൻസ് ആണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കത്രികയുടെ ചിഹ്നം വരുന്നുണ്ട്. അത് നോക്കിയാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ആദ്യത്തേത് ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേഡ്. നമ്മൾ എവിടെയാണോ പ്ലേ ചെയ്ത് പോസ് നക്കിയിട്ടുള്ളത് അതിൻ്റെ ഇടത്തെ ഭാഗത്തുള്ളതെല്ലാം ട്രിം ചെയ്യാൻ ഒഴിവാക്കാനാണ് ഈ ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേഡ്. അത്രയും ഭാഗം ഇവിടുന്ന് കട്ടായിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ആ ഇൻട്രോ ഒക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ വീഡിയോയിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ട ഒരു കാര്യം വരും. ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കട്ട് ചെയ്തത്. അതുപോലെ നമ്മൾ എവിടെയാണോ സെലക്ട് ചെയ്ത ഒരു പോയിന്റ് ഉള്ളത് അതിൻ്റെ വലത്തെ ഭാഗത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ്. നമ്മളൊരു ഭാഗത ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇത് 2 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ആകും. 2 ക്ലിപ്പായിട്ട് മാറും. ഈ നമ്മൾ ട്രിമ്മിലുള്ളത് ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ്, റൈറ്റ് ഓഫ് പ്ലേ ഹെഡ്, അതുപോലെ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ്. അതായത് നമ്മൾ പ്ലേ ഹെഡ് മീൻസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇതുണ്ടല്ലോ, ഈ ഒരു ചുവപ്പ് വരെ വരുന്നത് നമ്മളുടെ എവിടെയാണോ നമ്മൾ ആ ഒരു വീഡിയോ ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗമാണ് വീഡിയോ പോസായി നിൽക്കുന്നത്. അവിടുന്ന് മുതലുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അതിലുള്ള വേറൊരു ഓപ്ഷനാണ് എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറഞ്ഞാൽ. എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ വീഡിയോയിലുള്ള ഓഡിയോ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കോപ്പിറൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓഡിയോ ആരുടെയെങ്കിലും വീഡിയോയിൽ ഉണ്ടെങ്കിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു സൗണ്ട് നമുക്ക് നമ്മളെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ഓഡിയോ കിട്ടിയിട്ടുണ്ട്. സ്പ്ലിറ്റ് ആൻഡ് ഇൻസേർട്ട് ഫ്രീസ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതാ ഈ രീതിയിലാണ് കാണിച്ചു തരാം. ക്യാപ്ചർ ചെയ്ത് നമ്മളൊരു വീഡിയോയിൽ നിന്ന് ഫോട്ടോ എടുത്ത പോലെ ആ ഒരു രീതിയിൽ തന്നെയാണിത്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു പിക്ചർ എടുത്തിട്ട് അവിടെ കുറച്ച് നേരം ഫ്രീസ് ആയി നിൽക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ ഉപകാരമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. അത്രയാണ് നമ്മൾ ഈ കത്രികയുടെ ഒരു ഇതിലുള്ളത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കത്രികയുടെ അടുത്തായിട്ടുള്ളത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ക്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, സ്റ്റാർട്ട് പൊസിഷൻ എൻഡ് പൊസിഷൻ. അപ്പം നമുക്ക് ഈ തുടക്കത്തിൽ മാത്രം ഇപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ ഒരു പച്ച ഇത് കാണുന്നുണ്ട്, പച്ചയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അത് നമുക്ക് വേണ്ട തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ഇതാ നമ്മളിങ്ങനെ വീഡിയോ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗത്തുനിന്ന് അത്ര നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ക്രോപ്പിലെ ഓപ്ഷൻ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക കൈ വെച്ചിട്ട് തന്നെ നമ്മൾ സാധാരണ ഫോട്ടോ ഒക്കെ സൂം ചെയ്യില്ലേ ആ രീതിയിലൊന്ന് ക്രോപ്പ് ചെയ്തെടുത്താൽ മതി, എത്ര ഏരിയ വേണമെന്നില്ല. ഇപ്പം നമ്മളുടെ ഈ സൈഡിലുള്ള പച്ച ആ കളർ മാറിക്കിട്ടി. എന്നാലും നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് ആ ക്രോപ്പ് ഓപ്ഷൻ വേണ്ട, കാരണം ബാക്കിയുള്ള മറ്റുള്ള ഭാഗങ്ങളൊക്കെ സാധാ രീതിയിൽ തന്നെ മതി. ആ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ ഇവിടെ ആദ്യത്തെ സ്റ്റാർട്ട് പൊസിഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്രോപ്പ് ചെയ്തത് മൊത്തം നമ്മുടെ ആ വീഡിയോ ആ ക്ലിപ്പിൽ മൊത്തം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഈക്വൽസ് എന്നുള്ള ഭാഗം നെക്കി കൊടുത്താൽ ആ നമ്മളിപ്പോൾ ക്രോപ്പ് ചെയ്തത് ആ വീഡിയോയിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ തന്നെ എൻഡിൽ മാത്രം നമുക്ക് ക്രോപ്പ് മതി എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ എൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ക്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എൻഡ് പൊസിഷൻ അതുപോലെ സ്റ്റാർട്ട് പൊസിഷൻ ഈ ഈക്വൽസ് ഇട്ടാൽ 2 പൊസിഷനിലും, അതായത് മൊത്തം നമ്മൾ ആ ക്ലിപ്പ് മുഴുവൻ നമ്മൾ ആ ക്രോപ്പ് ചെയ്ത രീതിയിൽ തന്നെ ആകും. അപ്പോൾ അതിനുള്ളതാണ് ഓപ്ഷൻ. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വീഡിയോയിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയോയുടെ ഒരു സിമ്പിൾ കാണാൻ പറ്റും.
അതിൽ നെക്കി പിടിച്ചാൽ ഇതാ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോയിലുള്ള സൗണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഒന്ന് കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കുക, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുക. അതുപോലെ മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ മ്യൂട്ട് ചെയ്താൽ മതി. ചില ആളുകളൊക്കെ പിന്നീട് സൗണ്ട് കൊടുക്കുകയാണല്ലോ ചെയ്യൽ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആവില്ല. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കും. അപ്പോൾ ആകെ മൊത്തം നമ്മളുടെ ചുറ്റുമൊക്കെ ഭയങ്കര സൗണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോയിലുള്ള സൗണ്ട് മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓഡിയോ കൊടുത്താൽ മതി. അപ്പം നല്ല ക്ലിയർ ആവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത് മ്യൂട്ട് നിൽക്കുക എന്നുള്ളത്. മ്യൂട്ട് നിൽക്കിയാൽ നമ്മുടെ വീഡിയോയിലുള്ള ഓഡിയോ മ്യൂട്ടായി പോകും. യൂസ് ചെയ്യുന്നത് ഇനിയുള്ളത് ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞത്. ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും എഴുതിയിട്ട് ഇങ്ങനെ കാണിക്കണം. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നക്കി കൊടുക്കാം. നമുക്ക് എന്താണോ അവിടെ എഴുതി കാണിക്കേണ്ടത് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ അടിക്കുക. ഇപ്പോൾ കണ്ടോ ഈ രീതിയിൽ കണ്ടു. ഇപ്പം ബേക്ക് ചെയ്യുക, 1 മണിക്കൂർ ബേക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് അവിടെ എഴുതി കാണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വെൽക്കം ടു മൈ ചാനൽ എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതി കാണിക്കാനൊക്കെ നമുക്ക് ഈ ക്ലിപ്പ് ഗ്രാഫിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇതിലുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ രീതിയിൽ വരുത്താം. അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. കളറ് അതുപോലെ തന്നെ ഇതിൻ്റെ എഴുത്ത് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളുടെ ഫോണ്ട് മാറ്റാൻ പറ്റും. അവിടെ കുറേ ഫോണ്ട് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ എടുക്കുക. അപ്പോൾ കണ്ടോ ഈ ഒരു ഫോണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ ക്ലിപ്പ് ഗ്രാഫിക്സിലുണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൺട്രോൾ. ഇപ്പോൾ സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ മാവൊക്കെ കുഴക്കുന്ന സമയമൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നമുക്ക് സ്പീഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് സ്പീഡ് ആക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം സ്പീഡ് കൺട്രോൾ നോക്കിയതിന് ശേഷം നമ്മൾ ഫുൾ സ്പീഡിലിട്ട് കൊടുക്കുക. സ്ലോ മോഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് കൊടുത്താൽ മതി. വീഡിയോ മൂവ് ചെയ്യുക. അപ്പോൾ ഇതാണ് നോർമൽ ഉള്ളത് 1.0 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് സ്പീഡ് കൂട്ടാം, അതുപോലെ കുറക്കുകയും ചെയ്യാം. അതാണ് സ്പീഡ് കൺട്രോളിൽ ഉള്ളത്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ആൻഡ് മിററിങ്. ഇത് യൂസ് ചെയ്യുന്ന ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യുമ്പോൾ, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ചെറുതായിട്ടാണ് കാണിക്കുക. നമുക്ക് വീഡിയോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് എന്ന് കൊടുക്കുക. കണ്ടോ ഈ ഒരു രീതിയിലേക്കാണ് ചില സമയത്ത് വീഡിയോ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഫോൺ വെച്ച രീതി മാറിയിട്ട് അപ്പം നമുക്ക് ഈ റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. കളർ ഫിൽറ്റർ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഇതിൽ തന്നെ ഉള്ള കുറേ കാര്യങ്ങൾ കാണും. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊരു റോസ് രീതിയിലാണ്. അങ്ങനെ പല രീതിയിൽ ഇതിലുണ്ട് കളർ ഫിൽറ്റർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു പഴയ ഒരു വീഡിയോയിൽ ചില ആളുകളുടെ വീഡിയോ കണ്ടിട്ടില്ലേ, കാണുമ്പോൾ ചില ഭാഗത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അത് പഴയ കാര്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ പല രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും. ഓരോ വീഡിയോക്ക് അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻസൊക്കെ അതിലുണ്ട് കേട്ടോ. അങ്ങനെ പലതും ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയപ്പോൾ കുറച്ചൊരു ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ സാധാ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോർമൽ തന്നെ ആക്കുന്നത്. അടുത്തത് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കളർ അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബ്രൈറ്റ്നസ് കൂട്ടാനും അതുപോലെ സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്കിത് ബ്രൈറ്റ്നസ് വേണമെങ്കിൽ കൂട്ടാം. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ
നമ്മൾ വീഡിയോ ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കങ്ങനെ കളർ കൂട്ടാനും കുറക്കാനൊക്കെ അങ്ങനെ പറ്റും. അതാണ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ അടിച്ചാൽ മതി. പിന്നെ ഈ ഓഡിയോ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫിൽറ്റർ നമ്മൾ വോയിസ് കൊടുത്തതിന് ശേഷം ഓഡിയോ ഫിൽറ്റർ നമ്മൾ ഈ വീഡിയോ തന്നെ വോയിസ് ഉണ്ടെങ്കിൽ ആ വോയിസ് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും. ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ ഇത് ഓരോ സൗണ്ടാണ്. ഇത് നമ്മളെ എന്താ പറയുക കണ്ടോ റോബോട്ടിൻ്റെ രീതിയിലുള്ള ഒരു സൗണ്ടൊക്കെ ആയിട്ട് മാറും. അത് നമ്മളുടെ വോയിസ് തന്നെ അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഓഡിയോ ഫിൽറ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓഡിയോ കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലിയർ കൂട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ആ രീതിയിൽ ചെയ്താൽ മതി. ഇനി അടുത്തതാണ് ലെയർ എന്ന് പറഞ്ഞാൽ. ലെയർ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ലെയർ യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ലെയർ എന്ന് പറഞ്ഞാൽ ലെയറിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. മീഡിയ, എഫക്റ്റ്, ഓവർലേ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ്. ഇത്രയും ഓപ്ഷൻസ് ലെയറിലുണ്ട്. അപ്പോൾ ലെയറിൽ മീഡിയ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ലെയറിൽ മീഡിയ എന്ന് സെലക്ട് ചെയ്താൽ നേരത്തെ നമ്മളിവിടെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള പിക്ക് ഉണ്ടല്ലോ, അതിവിടെ ഉണ്ട്. ജസ്റ്റ് അതൊന്നല്ല, നമുക്ക് അത് മീഡിയ ആയിട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫോട്ടോ. നമ്മളിത് എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് പറയാം, അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കിത് വേണമെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്, എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ടെക്സ്റ്റ് എന്നല്ല, എന്തെങ്കിലും പിക്ചറോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അത് ഇതുപോലെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. നീക്കിയിട്ട് നമുക്കൊരു സൈഡിൽ കൊണ്ടുപോയി വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ രീതിയിൽ ചെയ്യാം. നമുക്കിവിടെ വേണമെങ്കിൽ ഇപ്പം നമ്മൾ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത്, നമുക്ക് വേണമെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാൻ പറ്റും. വീഡിയോ സെലക്ട് ചെയ്താലും ഇതുപോലെ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന്മേൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ് വേണ്ടത്, നമ്മളുടെ വീഡിയോ മൊത്തം മറക്കുന്ന രീതിയിലാണോ ഇത് വേണ്ടത്. അതുപോലെ പകുതി 50 നമ്മൾ വീഡിയോ ഇവിടെ കാണും വേണം, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പിക്ചർ ഇതിൻ്റെ സൈഡിലായിട്ട് അടിയിലായിട്ട് കാണാം. അതിന് 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ലെയറിലുള്ള മീഡിയാസാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ നമുക്ക് വീഡിയോ തന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ മീഡിയ എന്നുള്ള ഓപ്ഷൻ വഴി നമുക്ക് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഓപ്ഷൻ ലെയറിലുള്ളത് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എഫക്ട്സ് എന്നെഴുതിയിട്ടുള്ള എഫക്റ്റ്. അത് സെലക്ട് ചെയ്താൽ നമ്മൾ ചില സമയത്ത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്, പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ബ്ലർ ആക്കിയിട്ടുണ്ട്. അതുപോലെ ബ്ലർ ആക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ ബേസിക് എഫക്ട്സ് എന്നുള്ളതിൽ ഇത് നോക്കിയാൽ നമ്മളൊരു ഭാഗം ഇവിടെ ബ്ലറായിട്ട് കാണും. ഈ ബ്ലറാകുന്നത് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് മതി എന്ന് വെച്ചാൽ നമുക്ക് സൈസ് കുറച്ചിട്ട് ഒരു ഭാഗത്ത് കൊടുത്തിട്ട് നമ്മൾ സൈസ് ചെറുതാക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണോ ബ്ലർ ആവേണ്ടത് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവച്ചാൽ ആ ഭാഗം ഇതുപോലെ ഒരു ബ്ലർ ആകും. അത് ഓരോ എഫക്റ്റാണ്, ബ്ലർ എന്നുള്ളതല്ല. അതിൽ കുറേ എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എഫക്ട്സ് എടുത്താൽ ഇതുണ്ട്. അതുപോലെ കാർട്ടൂൺ രീതിയിൽ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് നമുക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. നമ്മളെ വീഡിയോക്ക് ആവശ്യത്തിന് ഇതിലുണ്ട് കുറേ ഓപ്ഷൻസ്. അപ്പോൾ ഈ എഫക്ട്സ് എന്നുള്ളതിൽ അതാണുള്ളത്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് പറഞ്ഞല്ലോ. ഇതിൽ നമുക്ക് റിപ്പിൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മളെ വീഡിയോക്ക് ഏതാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ലെയറിലുള്ള അടുത്തൊരു ഓപ്ഷനാണ് ഓവർലേ എന്ന് പറഞ്ഞാൽ. ഓവർലേയിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെയാണുള്ളത്. സ്റ്റിക്കർ, നമുക്ക് സ്മൈലീസ്, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഷൈൻ ഉണ്ടോ. ജസ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചില വീഡിയോയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമെങ്കിൽ യൂസ് ചെയ്യാം. ഇതവിടെ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യൂലേ, അപ്പോൾ ക്ലീനിങ് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പാത്രം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു എഫക്റ്റ് ഒക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ നല്ല ഷൈനിങ് എഫക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓവർലേയിലുള്ള ഓപ്ഷൻസ്, അതുപോലെയുള്ള കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. സ്മൈലീസ്, ബ്ലൂം, സ്പ്ലിറ്റ് ഫ്രെയിം, ഇതുപോലെ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. കുറേ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് കൊടുക്കുന്നത് ഒരുവിധം നമുക്ക് എന്താ പറയുക, നമ്മളുടെ വീഡിയോക്ക് ഇപ്പം റെസിപ്പി വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ എഴുതണം എന്ന് വെച്ചാൽ അത് നമുക്ക് ഈ ടെക്സ്റ്റിൽ എഴുതാൻ പറ്റും. ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ നമുക്ക് ഇവിടെ എന്നുള്ളത് നോക്കിയാൽ നമ്മൾ അതിൻ്റെ ഫോണ്ട് മാറ്റാൻ പറ്റും. ഫോണ്ട് പല രീതിയിലുള്ള ഫോണ്ട്സ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഫോണ്ട് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഫോണ്ടിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ ബോർഡർ ഷാഡോ കൊടുക്കാം. ഗ്ലോ, ഔട്ട്ലൈൻ, ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമുക്ക് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഈ രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എഴുത്തിൻ്റെ അവിടെ വരെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ നമുക്കിതിൽ നമ്മളെ ടൈറ്റിലിന് അല്ലെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റിന് നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ഇതിലുണ്ട്. രീതിയിൽ സ്ലൈഡ് റൈറ്റ്, സ്ലൈഡ് ലെഫ്റ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. അതിൽ ഇൻ ആനിമേഷൻ, അതുപോലെ ഔട്ട് ആനിമേഷൻ, നമ്മൾ ടെക്സ്റ്റ് എങ്ങനെ പോകണം എന്നുള്ളതാണ് ഔട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ. കണ്ടോ, അങ്ങനെ ഫെയ്ഡായി പോവാം. അങ്ങനെ അതുപോലെ ഓവറോൾ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ ആനിമേഷൻ വരുന്ന പോകുന്ന ഒരു രീതിയാണ് ഓവറോൾ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഇൻഫോ ഡ്രോപ്സ് എഴുതിയതിന് ശേഷം ഒരു ഇത്ര വലുപ്പത്തിലിട്ടിട്ട് നമ്മൾ ആൽഫ ഓപ്പാസിറ്റി കുറച്ച് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് നടുവിലോ സൈഡിലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ മൊത്തം വീഡിയോയിൽ ഇങ്ങനെ കൊടുത്താൽ നമുക്കത് ഒരു വാട്ടർമാർക്ക് പോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഈ ഒരു രീതിയിൽ കാണാൻ പറ്റും. കണ്ടോ, വാട്ടർമാർക്ക് പോലെ അതവിടെ ഇങ്ങനെ നിന്നോളൂ. അപ്പോൾ നമ്മളുടെ ഒരു വാട്ടർമാർക്ക് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് എടുത്ത് ലെയറിൽ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒപ്പാസിറ്റി കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിനാണ് ഒപ്പാസിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. എലിമെൻറ്റ് സെറ്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് എടുത്താൽ അതിലുള്ള ഓപ്ഷൻസ് ആണ്. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കാണിക്കാൻ, ഏരോ ഇട്ടൊക്കെ കാണിക്കാനാണ് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് യൂസ് ചെയ്യുന്നത്. എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ബ്രഷ് അല്ലെങ്കിൽ പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഇതുപോലെ സർക്കിൾ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇത്രയും ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഭാഗം കാണിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഇതാണ് എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും സർക്കിൾ ചെയ്ത് കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള ഓപ്ഷൻസ് എടുക്കാം. അതുപോലെ ഇതിൽ സർക്കിൾ ചെയ്ത് കാണും, ഇങ്ങനെ സർക്കിൾ ഇടാൻ തന്നെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ സർക്കിൾ ചെയ്ത് കാണിക്കാം. അതുപോലെ ഏരോ ഇടാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്ന എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിലൊരു സംഭവം വരും. അത് അൺഡു ചെയ്യാനാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തത് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ അടിച്ചു കൊടുത്താൽ മതി. പറഞ്ഞാൽ ഓഡിയോ നമ്മുടെ വീഡിയോക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോക്ക് ഇത് നല്ലൊരു ഓഡിയോ കൊടുക്കണം. പുറത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതിന് പുറമെ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാത്ത വീഡിയോസ് ഉണ്ടാവുമല്ലോ, ജസ്റ്റ് മ്യൂസിക് മാത്രം. അപ്പോൾ നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഇതവിടുന്ന് ആൽബംസിന്ന് ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബിലേക്ക് ഇടാനുള്ളവരാണെങ്കിലും അങ്ങനത്തെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് ഇടാനുള്ളവരാണെങ്കിൽ അധികം കോപ്പിറൈറ്റ് വരാത്ത മ്യൂസിക് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാത്ത യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ പ്ലസ് എന്നുള്ള ചിഹ്നം സെലക്ട് ചെയ്താൽ അത് നമ്മളുടെ വീഡിയോക്ക് ആഡ് ആയിക്കോളും. പ്ലേ എന്നുള്ളത് അത് ഏതാണ് മ്യൂസിക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശേഷം നമുക്ക് പ്ലസ് ബട്ടൺ ഞെക്കിയാൽ നമ്മളുടെ വീഡിയോയിലേക്ക് വന്നു. ഇനി ഇത് നോക്കിയാൽ ഓക്കെ അടിച്ചാൽ കണ്ടോ നമ്മളുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന്മേൽ സെലക്ട് ചെയ്താൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. ലൂപ്പ് അടിക്കും. അപ്പോൾ ലൂപ്പ് എക്സ്റ്റെൻഡ് ടു എൻഡ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം ഉദാഹരണത്തിന് ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇത്രയേ ഉള്ളൂ, ഇത്ര വരെ ഈ മ്യൂസിക് ഉള്ളൂ. പക്ഷെ നമ്മളിതാ ലൂപ്പ് എക്സ്റ്റെൻഡ് ടു എൻഡ് ഓഫ് പ്രൊജക്റ്റ് എന്ന് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഓഡിയോ
മൊത്തം നമ്മളുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടാവും, അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ വീണ്ടും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് ട്രിം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന മൊത്തത്തിൽ നമ്മുടെ പ്രൊജക്റ്റിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ എക്സ്റ്റെൻഡ് ടു എൻഡ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓഫ് ചെയ്ത ശേഷമാണെങ്കിൽ നമുക്കിതാ നമ്മളുടെ ഈ ഒരു ഓഡിയോ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. അതിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ നമ്മളുടെ വീഡിയോ സ്പ്ലിറ്റ് ആവാൻ ട്രിം ആക്കാനൊക്കെ പറ്റും. ഈ രീതിയിൽ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ നോക്കി കൊടുത്താൽ നമ്മുടെ ഓഡിയോ ഇത്രയും നമ്മൾ കട്ടായി പോയിക്കോളാം. അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് വെച്ചിട്ട് ട്രിം അടിച്ചു കൊടുത്താലും മതി. ഇതുപോലെ ഒരു ഓപ്ഷനാണ് വോയിസ് എന്ന് പറയുന്നത്. വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വോയിസ് കൊടുക്കാനുള്ള ഓപ്ഷനാണിത്. അപ്പം നമ്മൾ വോയിസ് എന്ന് നക്കിയതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓഡിയോ കൊടുക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ പറയുന്നത് ഇവിടെ റെക്കോർഡ് ആയിക്കോളും. ശേഷം നമ്മളിവിടെ സ്റ്റോപ്പ് എന്നടിച്ചു കൊടുത്താൽ നമ്മൾ ഇവിടെ റെക്കോർഡാക്കിയിട്ടുള്ള ഓഡിയോ ഇവിടെ വർക്കാവും. ഇനി ആ ഓഡിയോയുടെ സൗണ്ട് കൂട്ടാം. അതുപോലെ കംപ്രസർ നോക്കി കൊടുത്താൽ ഒന്നുകൂടി നല്ല ഓഡിയോ ഇവിടെ ക്ലാരിറ്റി ഒന്നുകൂടെ കൂടും. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. എന്താ പറയുക, റെക്കോർഡ് ചെയ്ത് ശരിയായില്ലെങ്കിൽ റീ റെക്കോർഡ് ചെയ്യുക. അത് അവിടെ നിന്ന് തന്നെ കണ്ടോ, റീ റെക്കോർഡ് നോക്കിയാൽ നമ്മൾ ഓൾറെഡി ചെയ്ത ഓഡിയോ വീണ്ടും റെക്കോർഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതിൻ്റെ മേലെ കൂടെ തന്നെ ആകും. അതാണ് റീ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ. അതുപോലെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്കത് നമ്മൾ ചെയ്തിട്ടുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് റിവ്യൂ നിൽക്കുന്നത്. നമ്മൾ രണ്ട് വീഡിയോയുടെ ഇടയിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. സ്പ്ലിറ്റ് ഒക്കെ ചെയ്താൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഇവിടെ ഒരു എഫക്റ്റ് കൊടുക്കാനൊക്കെ പറ്റും. ട്രാൻസിഷൻ എഫക്റ്റ് ഉണ്ട്, അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് മീഡിയ ബ്രൗസർ, ഓഡിയോ, ലെയർ, വോയിസ്. അതുപോലെ ഈ ഒരു ബട്ടൺ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ബട്ടൺ എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് കാണിക്കാനാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മൊത്തം ഇവിടെ നിന്ന് പ്ലേ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം മാറ്റം വരുത്തേണ്ടതില്ലല്ലോ. അപ്പം ജസ്റ്റ് നമ്മൾ എല്ലാ പ്രൊജക്റ്റും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഓൺ ആക്കി നോക്കുക, പ്ലേ ചെയ്ത് നോക്കുക. അപ്പം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചേഞ്ചസ് വരുത്തിയാൽ മതി. ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഏറ്റവും തലക്കേക്ക് പോകാനും വേണ്ടിയിട്ടും അതുപോലെ ഏറ്റവും എൻഡ് പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിലുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ ഇവിടെ സേവ് വീഡിയോ ടു ഗാലറി. അപ്പോൾ നമ്മുടെ ഏതാണ് നമ്മുടെ എന്താ പറയുക ക്വാളിറ്റി ചോദിക്കും, ഫുൾ HD × 1080, അതുപോലെ 1920 × 1080. ഞാൻ ഫുൾ HD ആണ് കൊടുക്കാറ്. അപ്പോൾ അത്രയും കൊടുത്തതിന് ശേഷം ഇതാക്കിയാൽ നമുക്ക് അത് എന്താ പറയുക എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്നടിക്കുക. ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് കൈൻമാസ്റ്ററിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ കുക്കിംഗ് അറിയുന്നവർ ഉണ്ടാവും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് അറിയുന്നവരുണ്ടാവും. അപ്പം നമ്മളുടെ കഴിവുകൾ എന്താണെന്ന് ഉള്ളത് നമ്മൾ വീട്ടിൽ മാത്രം ഒതുക്കാതെ ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളതും എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.